ഇതാട്ടെ ഈ ആഴ്ചത്തെ സൺഡേ സ്പെഷ്യൽ ചെമ്മീനും മാങ്ങയും. നമുക്ക് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല, ഇത്ര സാധനങ്ങൾ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഒരു മുറി തേങ്ങ വേണം. ഒരു മുറി തേങ്ങ ഫുള്ളൊന്നും ആവശ്യമില്ല, ഒരു കൈപ്പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് പൊടികളിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മാത്രം മുളക് പൊടി, പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. പിന്നെ നമ്മളത് നന്നായി അരച്ചുകൊണ്ടു കേട്ടോ. പിന്നെ നമ്മുടെ മീൻചട്ടിക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. കഷ്ണത്തിൽ ആവശ്യമുള്ള പൊടികളിട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വളരെ കുറച്ച് മതി. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനങ്ങളൊന്നും മൂപ്പിക്കാണ്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ കഷ്ണത്തിന് നന്നായി പിടിക്കും വേണം. നമ്മുടെ സബോളയൊക്കെ നന്നായിട്ട് അല്ലി തിരിഞ്ഞ് വരും വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 മിനിറ്റോളം നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സിങ് നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എരിക്കുത്തൽ അങ്ങനെയൊന്നും വലിയ കാര്യമായിട്ട് വരില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മതി നമ്മുടെ കഷ്ണം വേവാൻ പാകത്തിന് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് അവിടെ ഇരുന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചില്ല, ഒന്ന് വെറുതെ റോസ്റ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കുക. ഇതിൻ്റെ തല നമുക്ക് മാറ്റിയെടുക്കണം കേട്ടോ. ഇനി നമ്മൾ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ കഷ്ണം വെന്തിട്ടുണ്ട്, പക്ഷേ വെള്ളം കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വെള്ളം വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വെള്ളം വറ്റി വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അരപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയിലെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു ഒന്ന് കറക്കിയിട്ട് വീണ്ടും ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇളക്കി നോക്കി കഴിഞ്ഞപ്പോൾ ഇത് നല്ല കുറുകുറാന്നിരിക്കണേ. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര കുറുകുറുപ്പായിപ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി തിള വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഇത്തിരി പുളി കുറവ് തോന്നി. അപ്പോൾ ഞാൻ ഒരു കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂപ്പിക്കാനുള്ള പരിപാടികൾ നോക്കാം. ചീഞ്ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി മൂപ്പിച്ചെടുത്തു കേട്ടോ. ഇനി ഇപ്പുറത്ത് നമ്മുടെ കറിയിൽ നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടില്ല, നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീനാകെ ഞാൻ കുറച്ച് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ചെമ്മീൻ ഇട്ടതിന് ശേഷം ഭയങ്കരമായിട്ടൊന്നും തിളപ്പിക്കേണ്ട, ഒന്ന് തിളച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് കൂട്ടാൻ കാച്ചാട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചമ്മന്തി അരയ്ക്കാം. ഇത്രയും സാധനങ്ങൾ ഞാൻ ചമ്മന്തിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. മാങ്ങ കണ്ടപ്പോൾ പിന്നെ ഒരു കഷ്ണം കഴിക്കാണ്ടിരിക്കണമെങ്കിൽ ഞാൻ വിചാരിച്ചിട്ട് ഉപ്പും മുളകും കൂടി ഒരു കഷ്ണം വെച്ചു. ഭയങ്കര പുളിയായിരുന്നു. ഇനി ഇതെല്ലാം കൈ വെച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചമ്മന്തി നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുക്കാം. ചമ്മന്തിയുടെ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു പപ്പടം കൂടി വറുത്തരാം. പപ്പടം വറുക്കപ്പോൾ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. പപ്പടം കൂടി വറുത്തു. ഇനി എല്ലാവരും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചാൽ എന്തൊക്കെയാണ് അവിടെ സ്പെഷ്യൽ എന്നൊന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇത്രയുള്ള നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചമ്മന്തിയും പപ്പടവും നമ്മുടെ ചെമ്മീനും മാങ്ങക്കറിയും കൂടി കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ചോറുണ്ടു കേട്ടോ. എല്ലാവർക്കും ഹാപ്പി സൺഡേ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ.